വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വെള്ള അപ്പുറത്ത് സീബ്ര വരെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കണം. ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്. ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ് എപ്പോഴും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരിക്കലും വണ്ടി നിർത്തരുത്. അത് വളരെ ട്രാഫിക്കിൽ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുക, പോലീസുകാർ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 2-3 ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിയും. അതാണ് അവന് ശരിക്കും ധീരനായ ഒരു പുരുഷനാണ്. സത്യമായിട്ട് ഞാൻ പറയാം, ധീരനായ ഒരു പുരുഷനാണ്. കാരണം അവള് ചതിക്കാനും പ്രണയം നടിക്കാനെന്നൊന്നും അവനറിയാമായിരുന്നിട്ടും അവന് ഒപ്പം മരിക്കണേന് അതുവരെ അവൻ നമുക്ക് ഒരാളെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാമെന്ന് കൂടി നമ്മൾ ചിന്തിക്കാം. നിങ്ങളൊരു വിവാഹത്തിൻ്റെ സ്വപ്നം കാണരുതേന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മെല്ലെ പോവാം. അപ്പോൾ ഈ കാണുന്ന വീടില്ലേ, ആദ്യം ലച്ചു എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഉണ്ട്, ഇപ്പം ഇല്ല. ഇപ്പോൾ വണ്ടിയൊക്കെ കൊടുത്തണു. അപ്പോൾ അവരുടെ വീടാണ്. അത് നമ്മൾ പറഞ്ഞു തരണല്ലോ. ലച്ചുവിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ ലച്ചു ഒക്കെ വിറ്റു. അപ്പോൾ സുഹൃത്തുക്കളെ, വൈകുന്നേരം 6:30 മണിയായി. ഇപ്പോൾ എല്ലാ വീടുകളിലും, വിശ്വാസികളുടെ വീടുകളിൽ ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ ആൾക്കാരും. കാരണം വാങ്കുവിളിയോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി ദൈവത്തിനെ ആരാധിച്ചിട്ട് ദൈവത്തിൻ്റെ ചൈതന്യം വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൽ വാങ്കുവിളി കേട്ട് കഴിഞ്ഞാൽ അവരെ ഗ്രന്ഥം എടുത്തിട്ട് ദൈവത്തിനെ ആരാധിച്ചിട്ട്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിലുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും കളയരുത്. ഇപ്പോൾ ആരും വിശ്വാസമില്ലാത്തൊരു കാലം കൂടിയാണ്. എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ വേഗത. നമ്മുടെ റോഡിലെ കാര്യം മാത്രം കേട്ടോ. റോഡിൽ അതാണ് ഇത്ര വേഗത. അവരെന്നെ പറ്റിച്ച് പോവോ, ഇല്ല അവളെന്നെ പറ്റിച്ച് പോവോ, ഞാൻ ചെന്നില്ലെങ്കിൽ അവരൊക്കെ പാടെ പോവും, ഇല്ലെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെടും. അങ്ങനെയുള്ള ഓരോ വേവലാതിയാണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ റോഡിൽ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഇന്നിപ്പോൾ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്നൊരു കാറിൻ്റെ മേലെ വേറൊരു കാറ്, ഒരു ഇന്നോവ വന്ന് കയറിയിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ വേഗതയാണ്. ഹാഷ് ഡ്രൈവിങ്, തെറ്റായ ഡ്രൈവിങ്, അതിലെല്ലാം ഉൾപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും പുതിയ വണ്ടി, ഒന്നാമത് ഈ കാർ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ, ഒന്നാമത്തത് കാർ കമ്പനി, അതേപോലെ തന്നെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സ്കൂളും അവർ തന്നെ ശരിക്കും ചോദ്യം ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്, പണം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണില്ല, ശരിക്കും മനസ്സിലാക്കപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചറിയുന്നില്ല ഡ്രൈവിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഏതൊക്കെ സിറ്റുവേഷനിലുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ചാവി തന്നു കഴിഞ്ഞാൽ കാർ ഓടിക്കാൻ അറിയും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്ര ഓടിച്ചിട്ടുണ്ട്, ഇവിടെ എത്ര മറിച്ചിട്ടുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതൊക്കെ നമുക്ക് അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഇപ്പോൾ പോണ വഴി ഇപ്പോൾ ഞാൻ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനിയും ഏതെങ്കിലും ഒരു വണ്ടി വന്ന് അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ഒന്നും പണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഒന്നാമത് എന്താ അറിയോ, സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം. കാറിൻ്റെ ആൾക്കാർ ഇത് പലവരും ഞാൻ മണ്ണാർക്കാട് വെച്ചിട്ട് ഇല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ പലവരും സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കാറിൽ. പിന്നെ അതേപോലെ തന്നെ ബൈക്കിൽ പോണവർ ഹെൽമെറ്റ് ഇടുകയല്ല. കാരണം ഇവരെ മുഖം കണ്ടിട്ട് വല്ല പെൺകുട്ടികളും വന്ന് ചിരിക്കും, ആരും ഒന്നും ചെയ്യില്ല. അതൊക്കെ വെറും തോന്നലാണ്. അതേപോലെ ഈ റീൽസൊക്കെ എടുക്കുമ്പോൾ പരമാവധി നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത്രയും സുരക്ഷ നമുക്ക് തന്നെ അല്ലേ. നിങ്ങൾ പിന്നെ നിയമത്തെ പേടിച്ചാൽ മതി. ഇപ്പോൾ അത് പാലിക്കണം എന്നില്ലെങ്കിലും അപ്പോൾ തന്നെ നിയമത്തെ പേടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പാലിക്കപ്പെടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ധരിച്ച് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം.
പരിചയമുള്ള ഒരു വണ്ടിയാണ്. എന്തായാലും എല്ലാവരും അപ്പോൾ ആ ടൂറിസ്റ്റ് ബസ് പോണ ആ ഡ്രൈവറും കൂടി ഫോണില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അവരേതായ ഇതുണ്ടാവില്ലേ. അല്ല അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ആരെ കുറ്റം പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ നോണ വേണ്ടേ. പിന്നെ വേറൊന്നുണ്ടേ, നമ്മൾ പിശാചിനെയാണ് നമ്മൾ ദിവസവും നേരിട്ട് കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ദൈവത്തെ അല്ല. ഞാൻ പോലെ ദൈവഭക്തനായിട്ട് പറയല്ല, പക്ഷേ ആ കാലത്തിൻ്റെ പോക്കും കാര്യങ്ങളുടെ കടപ്പും സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആരെയും ഇഷ്ടപ്പെടുന്നില്ല. ഒക്കെ ഇപ്പോഴത്തെ ഓരോ നോട്ടങ്ങളും ഓരോ സംസാരങ്ങളൊക്കെ ഒരു വേറെ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും നല്ലവരെ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ പല വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു വച്ചാൽ ചിലപ്പോൾ അത് വേറെ എന്തൊക്കെ രീതിയിലെത്തും. അപ്പോൾ ആക്കെ നിങ്ങളും കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ വൈകുന്നേരത്ത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും പറയണ്ടല്ലോ. ഇന്ന് ക്ലൈമറ്റ് ശരിയല്ല. കാരണം ഇന്ന് തിരുവനന്തപുരത്ത് കൊല്ലത്തും മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെ പാലക്കാട് ജില്ലയിൽ ചെറുതായിട്ടൊന്ന് ചാറി, ഒരു 10-20 സെക്കൻഡ് നേരം ഒന്ന് ചാറി മഴ. ഇതൊന്നും പാലക്കാടിലൊന്നും ഇനി മഴ ഉണ്ടാവില്ല കേട്ടോ. കാരണം മഴ ഉണ്ടാവണമെങ്കിൽ ആദ്യം മനുഷ്യൻ പാലക്കാട്ടിലത്തെ ദൈവങ്ങൾ കനിയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ വല്ല തവള കല്യാണം നടത്തേണ്ടി വരും. എന്നാൽ പിന്നെ പറയേണ്ടി വരില്ല. പിന്നെ ഈ വൈകുന്നേരത്ത് ഓരോ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് എല്ലാവരിലും ഉണ്ട് കേട്ടോ. വയസ്സായവരിലുണ്ട്, ചെറുപ്പക്കാരിലുണ്ട്. വേണ്ടാത്ത ചിന്തകൾ മാത്രം. അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ല ടെൻഷൻ അടിക്കണം, അത്യാവശ്യത്തിന് നമ്മൾ ടെൻഷൻ അടിക്കണം. ആവശ്യമില്ലാത്ത നമുക്ക് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അത് പെണ്ണായാലും മണ്ണായാലും. നമ്മളൊരു കയറ്റത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസുകൾ ഇങ്ങനെ നോക്കുമ്പോഴേ അതിന് പരസ്യം പോലെ ഒരു വീഡിയോ വന്നു. അതായത് ഒരു സ്ത്രീ നല്ല അത്യാവശ്യം ഗ്ലാമർ ഉണ്ട്, അതിൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അതിന് ബ്ലഡിൽ ക്യാൻസറാണ് അത്രേ. അപ്പോൾ അതിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ആരുമില്ല. അത് ആരുമില്ല എന്നല്ല കേട്ടോ, ശരിക്കും ആരുമില്ല. അത് സ്വയമായിട്ട് കരഞ്ഞ് ആകെ ഇങ്ങോട്ട് എന്നെ രക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് മരണം കണ്ടു, അത് മരണം ഉണ്ടെന്ന് അറിഞ്ഞു, അടുത്താണ് മരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ പറയും എനിക്ക് പേടിയില്ല, എനിക്കതില്ല, എനിക്കിതില്ല, പിന്നെ ഇങ്ങോട്ട് വരട്ടെ, എനിക്കൊന്ന് കാണണം, എന്നാൽ ഓനെ ഞാൻ ശരിയാക്കിയിട്ടുള്ളൂ. അങ്ങനെ പല വീരവാദങ്ങളും വെല്ലുവിളികളും നടത്തുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ. ശരിക്കും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പോകരുത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് മതി നമ്മുടെ ശരീരം ഒന്ന് തളരാൻ. ഒറ്റ സെക്കൻഡ്. ആ തളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. ഞാൻ തിരിച്ച് പറയുന്നില്ല. സുഹൃത്തുക്കളെന്നോ കുടുംബക്കാരെന്നോ ബന്ധുക്കാരെന്നോ ആരും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഗാലക്സിയിലാണ് നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുണ്ട വഴികളിലൂടെ. അപ്പോൾ വെല്ലുവിളികൾ ആവാം, പക്ഷേ അത് മറ്റുള്ളവരോട് നിങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ. ഞാൻ ചെയ്തിട്ടുണ്ട്. പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ഓരോ അനുഭവം എനിക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ പറയേണ്ട ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഓരോരോ പുതിയ അറിവുകളും വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിലായാലും മാധ്യമങ്ങളിലായാലും ഒക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെയൊക്കെ പറയാന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം.
ആ അനുഭവത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവാം. അത് വേദനയാവാം, സങ്കടമാവാം, സന്തോഷമാവാം, ദുഃഖമാവാം, അത് എല്ലാം ഉണ്ടാവും. ഞാൻ പറയാം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊന്നും അറിയാതെയാണ് എല്ലാവരും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 95% പുരുഷന് പ്രണയിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. അത് അല്ലാതെ പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. കാരണം അത് സത്യം തന്നെയാണ്. പ്രണയം എന്ന് പറഞ്ഞത് അത് ശരീരത്തിനോട് കൂടിയുള്ളൊരു സ്നേഹമാണ് പ്രണയം എന്ന് പറഞ്ഞത്. അല്ലാതെ വർണ്ണിക്കുക മാത്രമല്ല പ്രണയം. അത് പ്രണയിച്ച് വഞ്ചിക്കുന്നവരുണ്ട്, വഞ്ചിക്കാത്തവരുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകും, ഉണ്ട്, എല്ലാ തരത്തിലുണ്ട്. പക്ഷേ അല്ല, കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രണയിച്ച് കൊല്ലുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയോ, അത് ഞാൻ പറഞ്ഞ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ, അയാള് അല്ലെങ്കിൽ അവന് ശരിക്കും ധീരനായ ഒരു പുരുഷനാണ്. സത്യമായിട്ട് ഞാൻ പറയാം, ധീരനായ ഒരു പുരുഷനാണ്. കാരണം അവള് ചതിക്കാനും പ്രണയം നടിക്കാണെന്നൊന്നും അവനറിയാമായിരുന്നിട്ടും അവന് ഒപ്പം മരിക്കണേന് അതുവരെ അവൻ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല എന്നാണ് അറിവ്. എന്നിട്ടും അവളെ വിശ്വസിച്ചു അവന്. അപ്പോൾ നിങ്ങൾ ആ പ്രണയത്തിൻ്റെ ആ കാഠിന്യം ഒന്ന് മനസ്സിലാക്കണം. ആ വിഷം കുടിക്കുന്ന സമയത്തും കൂടി അവൻ പറയണ്ട് എന്താണിത് എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഒരാളെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാമെന്നും കൂടി നമ്മൾ ചിന്തിക്കാം. ഇനി നിങ്ങളൊരു വിവാഹത്തിൻ്റെ സ്വപ്നം കാണരുതേ എന്നാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, പ്രണയിക്കണ പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലെ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ, അവരെയൊക്കെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലാണ്. നമുക്ക് എത്രയും കൂടെ മറ്റേ മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, വടക്കൻ വീരഗാഥയിൽ, നിങ്ങളെ ചിരിച്ചുകൊണ്ട് വെറുക്കും, വഞ്ചിച്ചുകൊണ്ട് സ്നേഹിക്കും, അങ്ങനെയൊക്കെ പറയണ്ടായില്ല. ഇനിയിപ്പോൾ അതിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട് നമുക്ക് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പം അവരാണ് ശരിക്കും രക്ഷ, അല്ലാതെ മലയാളികളുടെ ഓട്ടം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കാരണം മലയാളികൾക്കൊക്കെ കൂടുതൽ വണ്ടി കാറും സെറ്റപ്പൊക്കെ ആയി.